നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ഇടുക്കി ജില്ലാതല റിപ്പബ്ലിക് ദിനാഘോഷം ഇടുക്കി IDA ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ചു. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. മുല്ലപ്പെരിയാർ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജനാധിപത്യ അവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി 18-ന് തിരുവനന്തപുരം രാജ്ഭവനിലേക്ക് ബഹുജന മാർച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാനത്ത് റേഷൻ വ്യാപാരികൾ ആരംഭിച്ച അനിശ്ചിതകാല സമരം പിൻവലിച്ചു. റേഷൻ വ്യാപാരി കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികളുമായി ഭക്ഷ്യമന്ത്രി GR അനിൽ നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം. ഇടുക്കിയുടെ ചരിത്രം അടയാളപ്പെടുത്തുന്ന ഇടുക്കി പോരാട്ടങ്ങളുടെ ചരിത്ര ഭൂമിക എന്ന പുസ്തകം ജോൺ ബ്രിട്ടാസ് MP പ്രകാശനം ചെയ്തു. MM മണി MLA പുസ്തകം ഏറ്റുവാങ്ങി. രണ്ടാമത് MP കപ്പ് സ്കൂൾ തല ഫുട്ബോൾ ടൂർണമെന്റിൽ കല്ലാനിക്കൽ സെന്റ് ജോർജസ് ഹയർ സെക്കൻഡറി സ്കൂൾ ജേതാക്കളായി. വിജയികൾക്ക് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ട്രോഫിയും ക്യാഷ് അവാർഡും വിതരണം ചെയ്തു. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ അഖണ്ഡത തകർക്കാൻ വിധ്വംസക ശക്തികൾ എത്ര ശ്രമിച്ചാലും സാധിക്കില്ലെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. ഇടുക്കി IDA ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച ഇടുക്കി ജില്ലാതല റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയിൽ പതാക ഉയർത്തിയ ശേഷം സന്ദേശം നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ കളക്ടർ V വിഘ്നേശ്വരി, ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണു പ്രദീപ് ഉൾപ്പെടെ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ആവേശം പകർന്ന് ഇടുക്കി ജില്ലാതല റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ ഇടുക്കി IDA ഗ്രൗണ്ടിൽ നടന്നു. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പതാക ഉയർത്തി സന്ദേശം നൽകി. ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിക്കുവാനുള്ള കരുത്ത് രാജ്യത്തിനുണ്ടെന്നും എല്ലാ രംഗങ്ങളിലും ഭാരതം നേടുന്ന വളർച്ചയ്ക്കൊപ്പം എല്ലാ രംഗങ്ങളിലും കേരളം ലോകശ്രദ്ധ നേടി മുന്നേറുകയാണെന്നും മന്ത്രി പറഞ്ഞു. നമുക്കൊപ്പം സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങൾ പലതും അരാജകാവസ്ഥയും സാമ്പത്തിക പ്രതിസന്ധിയും നേരിടുന്ന സ്ഥിതിയാണ് ചുറ്റിലും. മതരാഷ്ട്രവാദങ്ങളുടെ സന്ധിയില്ലാതെ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും മാതൃകയായി തുടരാൻ നമ്മുടെ രാജ്യത്തിന് കഴിഞ്ഞു. ആര് ശ്രമിച്ചാലും നമ്മൾ പുലർത്തുന്ന മതേതര ജനാധിപത്യ മൂല്യങ്ങൾ തകർക്കാൻ കഴിയില്ല, മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. രാജ്യത്തെ ഒടുവിലത്തെ വികസന സൂചികകൾ ഇന്ത്യയുടെ അഭൂതപൂർവമായ വളർച്ചയെയാണ് കാണിക്കുന്നത്. നാട്ടിൽ ജനാധിപത്യവും മതേതരത്വവും അതിന്റെ കരുത്തോടും സൗന്ദര്യത്തോടും നിലനിൽക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജില്ലാ കളക്ടർ V വിഘ്നേശ്വരി, ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണു പ്രദീപ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അജിച്ചൻ നീർനാക്കുന്നേൽ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് എന്നിവരും രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. പോലീസ്, വനംവകുപ്പ്, എക്സൈസ്, ഫയർഫോഴ്സ്, NCC, സ്റ്റുഡന്റ് പോലീസ്, സ്കൌട്ട്സ്, ഗൈഡ്സ് എന്നീ വിഭാഗങ്ങൾക്ക് പുറമെ കട്ടപ്പന സർക്കാർ കോളേജ്, കുളമാവ് നവോദയ വിദ്യാലയം, MRS പൈനാവ്, സെന്റ് ജോർജ് ഹൈസ്കൂൾ വാഴത്തോപ്പ്, GHSS പഴയരിക്കണ്ടം, SNHSS കഞ്ഞിക്കുഴി എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളും പരേഡിൽ പങ്കെടുത്തു. ഉടുമ്പൻചോല പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടറും പരേഡ് കമാൻഡറുമായ PD അനൂപ് മോന്റെ നേതൃത്വത്തിൽ ബാൻഡ് സംഘം ഉൾപ്പെടെ 21 പ്ലറ്റൂണുകളാണ് അണിനിരന്നത്. RSI KG ബിജുമോൻ നയിച്ച ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സ്, ഇടുക്കി കട്ടപ്പന SI സിബി തോമസ് നയിച്ച ലോക്കൽ പോലീസ്, SI ആതിര പവിത്രൻ നയിച്ച ലോക്കൽ പോലീസ്, എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ MB പ്രമോദ് നയിച്ച എക്സൈസ്, ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അജയ് ഘോഷ് നയിച്ച ഫോറസ്റ്റ്, PG അഭിലാഷ് മോൻ, വിഷ്ണു രാജൻ നാടാർ എന്നിവർ നയിച്ച NCC സീനിയർ ഡിവിഷൻ, കുളമാവ് ജവഹർ നവോദയ വിദ്യാലയത്തിലെ ജീവ പ്രസാദ്, ലിയ സൂസൻ ബാബു എന്നിവർ നയിച്ച NCC ജൂനിയർ ഡിവിഷൻ, പൈനാവ് MRSലെ സോന K ദാസ്, അലീന ജോസ്, NHSS നങ്കി സിറ്റിയിലെ ജെറിൻ ബൈജു, സെന്റ് ജോർജ് HS വാഴത്തോപ്പിലെ ഗോകുൽ S നായർ, ഹലോണ ജതീഷ് എന്നിവർ നയിച്ച സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ, ജവഹർ നവോദയ വിദ്യാലയത്തിലെ അഭിനവ് K ജയരാജ്, പൈനാവ് കേന്ദ്രീയ വിദ്യാലയത്തിലെ S നിരഞ്ജൻ എന്നിവർ നയിച്ച സ്കൌട്ട്, ജവഹർ നവോദയ വിദ്യാലയത്തിലെ ശിവാനി ഗിരീഷ്, പൈനാവ് കേന്ദ്രീയ വിദ്യാലയത്തിലെ ബിസ്മിതി ഇബ്രാഹിം എന്നിവർ നയിച്ച സ്കൌട്ട് ഗൈഡ്സ് എന്നീ പ്ലാറ്റുകൾ പരേഡിൽ അണിനിരന്നു. ഇടുക്കി ജില്ലാ ആംഡ് റിസർവിലെ ബെന്നി K മാമൻ, പൈനാവ് MRSലെ TK സുബർണ, നങ്കി സിറ്റി SNHSSലെ മീനാക്ഷി അഭിലാഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള ബാൻഡ് ടീം പരേഡിന് താളമൊരുക്കി. കുളമാവ് ജവഹർ നവോദയ വിദ്യാലയത്തിലെ ഹെൽന ബെന്നി ദേശീയ ഗാനവും, ജവഹർ നവോദയ വിദ്യാലയത്തിലെ ജോസഫ് ജെയിംസ്, പൈനാവ് കേന്ദ്രീയ വിദ്യാലയത്തിലെ മെഹ്റിൻ നാസർ എന്നിവർ ദേശഭക്തി ഗാനവും ആലപിച്ചു. പരേഡിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്ലറ്റുകൾക്ക് മന്ത്രി പുരസ്കാരങ്ങൾ നൽകി. ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സ് ഇടുക്കി, NCC സീനിയർ ഡിവിഷൻ വിഭാഗത്തിൽ ഗവൺമെന്റ് കോളേജ് കട്ടപ്പന, ജൂനിയർ ഡിവിഷൻ വിഭാഗത്തിൽ കുളമാവ് ജവഹർ നവോദയ വിദ്യാലയം, സ്റ്റുഡന്റ് പോലീസ് ബോയ്സ് വിഭാഗത്തിൽ MRS പൈനാവ്, NHSS നങ്കി സിറ്റി, സ്കൌട്ട് വിഭാഗത്തിൽ ജവഹർ നവോദയ കുളമാവ്, ഗൈഡ്സ് വിഭാഗത്തിൽ MRS പൈനാവ്, കേന്ദ്രീയ വിദ്യാലയ പൈനാവ്, ബാൻഡ് വിഭാഗത്തിൽ നങ്കി സിറ്റി SNHSS എന്നിവർക്ക് പുരസ്കാരങ്ങൾ ലഭിച്ചു. പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിച്ചൻ നീർനാംകുന്നിൽ, ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ്, വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ, ജില്ലാ പഞ്ചായത്ത് അംഗം KG സത്യൻ, മറ്റ് ത്രിതല ജനപ്രതിനിധികൾ, രാഷ്ട്രീയ സാമൂഹിക നേതാക്കൾ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. സാമൂഹ്യ വിദ്യാഭ്യാസ പുരോഗതിയിൽ സഭയുടെ പങ്ക് നിസ്തുലമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ.
ആർക്കുളം സെന്റ് മേരീസ് പുത്തൻപള്ളിയുടെ പ്ലാറ്റിനം ജൂബിലി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 70 കോടിയുടെ മലങ്കര കാഞ്ഞാർ ത്രിവേണി ടൂറിസം പ്രോജക്ടിന് അനുമതി നൽകിയതായും മൂലമറ്റം കോട്ടമല റോഡ് ഉടൻ നിർമ്മാണം ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഡീൻ കുര്യാക്കോസ് എം പി ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. സാമൂഹ്യ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിൽ സഭ നൽകിയ പങ്ക് നിസ്തുലമാണെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. അറക്കുളം സെന്റ് മേരീസ് പുത്തൻപള്ളിയുടെ പ്ലാറ്റിനം ജൂബിലി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജൂബിലി സമ്മാനമായി അറക്കുളം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിന് 10 കമ്പ്യൂട്ടറും പുത്തൻപള്ളി ജംഗ്ഷനിൽ ഹൈമാസ്റ്റ് ലൈറ്റും അനുവദിച്ചതായി അദ്ദേഹം പറഞ്ഞു. 70 കോടിയുടെ മലങ്കര കാഞ്ഞാർ ത്രിവേണി ടൂറിസം പ്രോജക്ടിന് അനുമതി നൽകിയതായും മൂലമറ്റം കോട്ടമല റോഡ് ഉടൻ നിർമ്മാണം ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസഫ് തടത്തിൽ അധ്യക്ഷത വഹിച്ചു. ഡീൻ കുര്യാക്കോസ് എം പി, FCC പ്രൊവിൻഷ്യൽ സിസ്റ്റർ ജെസി മരിയ, സെന്റ് ജോസഫ് ആശ്രമം സുപ്പീരിയർ ഫാദർ തോമസ് പുതുശ്ശേരി, വികാരി ഫാദർ മൈക്കിൾ കിഴക്കേപ്പറമ്പിൽ, ഫാദർ ജോസ് അഞ്ചാനിക്കൽ, ഫാദർ ജോർജ് തറപ്പേൽ, ജില്ലാ പഞ്ചായത്ത് അംഗം പ്രൊഫസർ MJ ജേക്കബ്, പഞ്ചായത്ത് പ്രസിഡന്റ് KS വിനോദ്, പഞ്ചായത്ത് അംഗം കൊച്ചുറാണി ജോസ്, ജനറൽ കൺവീനർ കുരുവിള ജേക്കബ് കാരിവേലിൽ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, അറക്കുളം. മുല്ലപ്പെരിയാർ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജനാധിപത്യാവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി 18-ന് തിരുവനന്തപുരം രാജ്ഭവനിലേക്ക് ബഹുജന മാർച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കർണാടക സ്റ്റേറ്റ് ഫാർമേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ചുക്കി നഞ്ചുണ്ട സ്വാമി ഉദ്ഘാടനം ചെയ്യും. കൂടാതെ 1-ന് കുമളി തമിഴ്നാട് ബോർഡറിൽ പ്രധാനമന്ത്രിക്ക് നിവേദനം നൽകുന്നതിന് മുന്നോടിയായുള്ള ഒപ്പുശേഖരണവും ഉപവാസ സമരവും സംഘടിപ്പിക്കുമെന്നും അവർ വ്യക്തമാക്കി. 2024 സുപ്രീം കോടതി ടണൽ നിർദ്ദേശം നടപ്പിലാക്കുക, 142 അടിയിൽ നിന്ന് 136 അടിയിലേക്ക് ഡാമിലെ വെള്ളത്തിന്റെ അളവ് കുറയ്ക്കുക, ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റിയിൽ പുതിയതായി നിർമ്മിച്ച കേരളത്തിലെ 2 പ്രതിനിധികളെ സ്ഥിരം നിലനിർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജനാധിപത്യ അവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി 18-ന് തിരുവനന്തപുരം രാജ്ഭവനിലേക്ക് ബഹുജന മാർച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കർണാടക സ്റ്റേറ്റ് ഫാർമേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ചുക്കി നഞ്ചുണ്ടസ്വാമി ഉദ്ഘാടനം ചെയ്യും. കൂടാതെ 1-ന് കുമളി തമിഴ്നാട് ബോർഡറിൽ പ്രധാനമന്ത്രിക്ക് നിവേദനം നൽകുന്നതിന് മുന്നോടിയായുള്ള ഒപ്പുശേഖരണവും ഉപവാസ സമരവും നടത്തുമെന്നും അവർ വ്യക്തമാക്കി. ഇതിൽ അടിസ്ഥാനപരമായിട്ട് ഇവർ പറയുന്നത് വെള്ളത്തിന്റെ കാര്യത്തിൽ അവർക്ക് ആവശ്യത്തിനുള്ള വെള്ളമാണ്. ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നു, 141 അടി വെള്ളം ഡാമിൽ വരുമ്പോഴാണ് ഡാമിലെ വെള്ളത്തിന് സമ്മർദ്ദം കൂടുന്നത്. ആ സമയത്തുണ്ടാകുന്ന പെരുമഴയാണ് ഈ ഡാം പൊട്ടാനും അല്ലെങ്കിൽ അത്തരം ഒരു സാഹചര്യത്തിലേക്കാണ് എത്തിക്കുന്നത്. ഈ ഡാം ഓവർഫ്ലോ ചെയ്യും. അതിൽ കൂടുതലായിട്ട് എവിടെയെങ്കിലും ചെറിയൊരു വിള്ളൽ വന്നാൽ ആ വിള്ളലിലൂടെ വെള്ളം താഴേക്കും.
അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് 136 അടിയിലേക്ക് വെള്ളം താഴ്ത്തി ഒരു ടണൽ നിർമ്മിക്കുക. ആർക്കും ദൂഷ്യമില്ലാത്ത കാര്യമാണ്. പുതിയൊരു ഡാം വരുമ്പോൾ ഏതാണ്ട് 1000 ഏക്കർ ഫോറസ്റ്റാണ് നമുക്ക് അവിടെ നഷ്ടപ്പെടുന്നത്. അത് വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോകും. കുമളിയിൽ നമ്മൾ പോകുന്ന വഴി തുടങ്ങുന്ന സ്ഥലം മുതൽ വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോകും എന്നാണ് ഏറ്റവും അടുത്ത സർവേയിൽ അവർ പറയുന്നത്. അങ്ങനെ 1 ഇഞ്ച് ഭൂമി പോലും കളയാൻ നോക്കിയില്ല. അവിടുത്തെ മൃഗങ്ങൾക്ക് കുടിക്കാൻ വെള്ളം വേണം, അതിനുള്ള സൗകര്യം വേണം. ഞങ്ങൾ വളരെ വ്യക്തമായി സൂചിപ്പിച്ച ഒരു കാര്യം, തമിഴ്നാടിന് 6 ജില്ലകൾക്ക് ന്യായമായിട്ട് വെള്ളം കൊടുക്കണം. അവരുടെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കണം. ആ വെള്ളം കൊടുക്കുന്നതിന് കേരളത്തിൽ ഒരാൾ വരുന്നില്ല. അവർക്ക് വെള്ളം കൊടുത്തുകൊണ്ട് കേരളത്തിലെ 40 ലക്ഷം ആളുകൾ, നിങ്ങൾക്കൊക്കെ അറിയാം, ഒരു പേമാരി വന്നു കഴിഞ്ഞാൽ അന്ന് രാത്രിയിൽ ഹരയിലേക്കാണെങ്കിൽ മനുഷ്യൻ ഉറങ്ങാതെ നടക്കുക. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് KM സുബൈർ, ജനറൽ സെക്രട്ടറി സണ്ണി മാത്യു, ട്രഷറർ ലൈല റഷീദ്, കോർഡിനേറ്റർ അഡ്വക്കേറ്റ് ജിജി മാത്യു, ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അയ്യപ്പൻ പള്ളിപ്പാട്ട്, ഇടുക്കി ജില്ലാ സെക്രട്ടറി PS വിജയകുമാർ, കോട്ടയം ജില്ലാ സെക്രട്ടറി വിജയൻ കൊടുങ്ങൂർ, തൃശൂർ ജില്ലാ പ്രസിഡന്റ് AE സാബിറ, സ്റ്റേറ്റ് ജോയിന്റ് സെക്രട്ടറി TK സജിത എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. സംസ്ഥാനത്ത് റേഷൻ വ്യാപാരികൾ നടത്തിയ കടയടപ്പ് സമരം സമ്പൂർണ്ണ വിജയം. 78 താലൂക്കുകളിലും പ്രതിഷേധ ജാഥകളും ധർണാ സമരവും നടന്നു. തൊടുപുഴ സിവിൽ സ്റ്റേഷന് മുന്നിൽ നടന്ന പ്രതിഷേധ സമരം സംയുക്ത സമരസമിതി ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് ജോണി നെല്ലൂർ XMLA ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ജില്ലാ കൺവീനർ AV ജോർജ് അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ 7 വർഷമായി ആവശ്യപ്പെടുന്ന റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് പരിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന വ്യാപകമായി റേഷൻ വ്യാപാരികൾ സംഘടിപ്പിച്ച കടയടപ്പ് സമരം സമ്പൂർണ്ണ വിജയം. 78 താലൂക്കുകളിലും പ്രതിഷേധ ജാഥകളും ധർണാ സമരവും നടന്നു. തൊടുപുഴ സിവിൽ സ്റ്റേഷന് മുന്നിൽ നടന്ന പ്രതിഷേധ സമരം സംയുക്ത സമരസമിതി ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് ജോണി നെല്ലൂർ XMLA ഉദ്ഘാടനം ചെയ്തു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ ഞങ്ങൾ ഇക്കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ വിഷയങ്ങൾ പഠിക്കാൻ ഞങ്ങൾ നിയോഗിച്ച കമ്മിറ്റി റിപ്പോർട്ട് തന്നിട്ടുണ്ട്. ഗവൺമെന്റ് അത് പഠിച്ച് 3 ദിവസത്തിനുള്ളിൽ ഓണം കഴിഞ്ഞാൽ ഉടനെ നിങ്ങളുടെ ആവശ്യം പരിഗണിച്ച് ചർച്ചയാകാം. മാധ്യമപ്രവർത്തകർ ഓണം കഴിഞ്ഞില്ലേ? 13/9/2024 ശേഷം ഓണം ഉണ്ടായില്ല അല്ലേ? ഓണം ഇനിയും ഉണ്ടല്ലോ. അപ്പൊ ഓണം കഴിഞ്ഞാൽ ചർച്ചയാവുമെന്ന് പറഞ്ഞത് ഇതുവരെ ചർച്ച ചെയ്തില്ല. ഞങ്ങൾ എന്ത് ചെയ്യണം? നിർവാഹമില്ലെങ്കിൽ നീതിമാൻ എന്ത് ചെയ്യും? ഞങ്ങൾ അവസാനം ബഹുമാന്യരായ മുഖ്യമന്ത്രിക്കും മന്ത്രിക്കും എക്കെല്ലാം ഞങ്ങൾ ഒരു നോട്ടീസ് കൊടുത്തു. 7 കൊല്ലം കാത്തിരുന്ന ശേഷമാ 9-ാം തീയതി ഞങ്ങൾ നോട്ടീസ് കൊടുത്തു. 27-ാം തീയതി മുതൽ അടിച്ചകാലത്തെ കടയടയ്ക്കും. ആ നോട്ടീസ് കൊടുത്തിട്ട് പ്രിയപ്പെട്ടവരെ, ആ നോട്ടീസ് കൊടുത്ത് ഇത്രയും സമയം ഞങ്ങൾ കൊടുത്തല്ലോ. 20-ാം തീയതിയാണ് ബഹുമാനായ മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചത്. ചർച്ച ഒരു പ്രഹസനമായിരുന്നു. ഞങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ആവശ്യങ്ങൾ ബാക്കിയെല്ലാം ഞാൻ അംഗീകരിച്ചു, വേതന പാക്കേജ് പരിഷ്കരണം സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പറ്റില്ല. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ആ ഒരു ഡിമാൻഡല്ലേ ഞങ്ങൾ വെച്ചിട്ടുള്ളൂ. സമര നോട്ടീസിൽ ഒറ്റ ഡിമാൻഡ് മാത്രമേ ഉള്ളൂ, അത് അംഗീകരിച്ചില്ലോ നിങ്ങൾ എന്ന് പറഞ്ഞു. സമരങ്ങളിലൂടെ അധികാരത്തിലെത്തിയ മന്ത്രിമാർ സമരത്തോട് ഇത്രയും അസഹിഷ്ണുത കാണിക്കരുതെന്നും മുഖ്യമന്ത്രി ഇടപെട്ടാൽ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്നുമാണ് ഞങ്ങളുടെ വിശ്വാസമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഇടുക്കി ജില്ലാ കൺവീനർ AV ജോർജ് അധ്യക്ഷത വഹിച്ചു. ബേബി വട്ടക്കുന്നേൽ, TS കാസിം ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. സംസ്ഥാനത്ത് റേഷൻ വ്യാപാരികൾ ആരംഭിച്ച അനിശ്ചിതകാല സമരം പിൻവലിച്ചു. റേഷൻ വ്യാപാരി കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികളുമായി ഭക്ഷ്യമന്ത്രി GR അനിൽ നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം. ഡിസംബർ മാസത്തെ ശമ്പളം ചൊവ്വാഴ്ച തന്നെ നൽകാമെന്ന് ധനമന്ത്രി അറിയിച്ചതായി ഭക്ഷ്യമന്ത്രി സംഘടനാ ഭാരവാഹികളെ അറിയിച്ചു. റേഷൻ വ്യാപാരികളുടെ വേതന പരിഷ്കരണം സംബന്ധിച്ച റിപ്പോർട്ട് പഠിച്ച് മാർച്ച് മാസത്തിനുള്ളിൽ തീരുമാനമുണ്ടാകുമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് സമരം പിൻവലിച്ചത്. ഇന്ന് ബഹുമാനായ ഭക്ഷ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ റേഷൻ വ്യാപാരികൾ കഴിഞ്ഞ 7 വർഷമായി ഉന്നയിച്ചു വരുന്ന പ്രധാനപ്പെട്ട ആവശ്യമായ വേതന പാക്കേജിൻ്റെ പരിഷ്കരണം, അത് സംബന്ധിച്ച് പഠിക്കുവാൻ ചുമതലപ്പെടുത്തിയിരുന്ന കമ്മിറ്റിയുടെ 3-അംഗ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഗവൺമെൻറ് കൈവശമുണ്ട്. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഈ വരുന്ന മാർച്ച് മാസത്തിൽ വ്യാപാര പ്രതിനിധികളുമായി ചർച്ച ചെയ്യാം, ഉടനടി അതിന്മേൽ തീരുമാനമെടുക്കാം എന്ന് പറയുകയുണ്ടായി. രണ്ടാമത്തെ കാര്യം, വേതനം കൃത്യമായി ഈ മാസത്തെ വേതനം അടുത്ത മാസം 15-ാം തീയതിക്കുള്ളിൽ നൽകത്തക്ക രീതിയിലുള്ള
ഒരു തീരുമാനം ധനകാര്യമന്ത്രിയും ഭക്ഷ്യമന്ത്രിയും ചേർന്ന് എടുത്തിട്ടുണ്ട്. ആ രണ്ടാമത്തെ കാര്യം അതാണ്. ഈ മറുപടി ഈ റിപ്പോർട്ടിനെ സംബന്ധിച്ച് വേതന പാക്കേജുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ സമരം ഒഴിവാക്കാമായിരുന്നു. മന്ത്രിയുടെ അല്ലെങ്കിൽ മന്ത്രിമാരുടെ പിടിവാശി കൊണ്ടാണ് ഈ സമരം ഇന്ന് ചെയ്യേണ്ടി വന്നത്. സമ്പൂർണ്ണ വിജയമായിരുന്നു സമരം. 78 താലൂക്കുകളിലായി 14,000-ലേറെ കടകൾ അടഞ്ഞു കിടന്നു. കേവലം നാമമാത്രമായ കുറേ സൊസൈറ്റി കടകളും താൽക്കാലിക കടകളും മാത്രമാണ് തുറന്നു എന്ന് പറയുന്നത്. അതും തുറന്നോ ഇല്ലയോ എന്നറിയില്ല, ഈ പോസ്റ്റ് ഓൺ ചെയ്തേ ഉണ്ടാവുള്ളൂ. അപ്പോൾ റേഷൻ വ്യാപാരിയുടെ ശക്തി എന്ത്, കൂട്ടായ്മ എന്ത് എന്ന് ശരിക്കും ഗവൺമെൻറ്റിന് ബോധ്യമായി. ആ സാഹചര്യത്തിലാണ് ഗവൺമെൻറ് ഇങ്ങനെ ഒരു മനംമാറ്റത്തിന് തയ്യാറായത്. മാത്രമല്ല, ബഹുമാനായ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെട്ടു. മുഖ്യമന്ത്രിയും LDF കൺവീനർ TP രാമകൃഷ്ണനും ഈ വിഷയത്തിൽ ഇടപെടുകയും അടിയന്തരമായ വിഷയം പരിഹരിക്കണമെന്ന് ഭക്ഷ്യമന്ത്രിയോട് നിർദ്ദേശിക്കുകയും ചെയ്തു. അതുപോലെ ഈ വിഷയത്തിൽ ഇന്ന് നിരവധി ആളുകൾ, കേരളത്തിൻ്റെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളായ രമേശ് ചെന്നിത്തല, ജോസ് കെ മാണി, PK കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയ ആളുകൾ, അതുപോലെ തന്നെ കേരള ഗവൺമെൻറ്റിൻ്റെ കേന്ദ്രത്തിലെ പ്രതിനിധി മുൻ മന്ത്രി കൂടിയായ പ്രൊഫസർ KV തോമസ് എന്നിവരൊക്കെ ഇടപെട്ടതിൻ്റെ ഫലമായി ഇന്ന് മന്ത്രി യോഗം വിളിച്ചു. യോഗത്തിൽ മുഖ്യമന്ത്രിയുടെയും നേതാക്കളുടെയും അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് അദ്ദേഹം ചർച്ച ചെയ്യാൻ സമ്മതിക്കുകയുണ്ടായത്. ആ ചർച്ച മാർച്ച് മാസത്തിൽ തുടങ്ങാമെന്ന് പറഞ്ഞു. ചർച്ച ചെയ്താൽ ഉടനെ തന്നെ തീരുമാനമെടുക്കാമെന്ന് പറഞ്ഞു. അതുപോലെ ഈ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഞങ്ങൾ പ്രഖ്യാപിച്ച് ഇന്ന് ആരംഭിച്ച ഈ സമരം പിൻവലിക്കാൻ തീരുമാനിച്ചു. നാളെ രാവിലെ മുതൽ കടകൾ തുറന്ന് സാധാരണഗതിയിൽ പ്രവർത്തിക്കും. അരി ഉൾപ്പെടെയുള്ള ഭക്ഷ്യധാന്യങ്ങൾ കടകളിൽ വന്നാൽ ഇറക്കി വയ്ക്കും. ഞങ്ങൾക്ക് ഒത്തിരി ആളുകളോട് നന്ദി പറയാനുണ്ട്. മാധ്യമപ്രവർത്തകരോടാണ് ഞങ്ങൾക്ക് ആദ്യമേ നന്ദി പറയേണ്ടത്. ഞങ്ങളുടെ വിഷയങ്ങൾ ജനങ്ങളിൽ എത്തിക്കുകയും ജനങ്ങൾക്ക് ഇത് സംബന്ധിച്ചുള്ള സംശയങ്ങൾ ദൂരീകരിക്കുകയും ചെയ്ത മാധ്യമപ്രവർത്തകരോട് ഞങ്ങൾക്ക് വലിയ നന്ദിയുണ്ട്, കടപ്പാടുണ്ട്. അതുപോലെ ഞങ്ങളുടെ ഈ വിഷയം രമ്യമായി പരിഹരിക്കുവാൻ ഇടപെട്ട ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, LDF കൺവീനർ TP രാമകൃഷ്ണൻ, കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല, മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി, കേരള കോൺഗ്രസ് എമ്മിൻ്റെ ചെയർമാൻ ശ്രീ ജോസ് കെ മാണി MP, പ്രൊഫസർ KV തോമസ് തുടങ്ങിയ ആളുകളോടൊക്കെ കോർഡിനേഷൻ കമ്മിറ്റിക്ക് വലിയ നന്ദിയുണ്ട്. ആ നന്ദി ഞാൻ ഇത്തരണത്തിൽ അറിയിക്കുകയാണ്. ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട് കാലങ്ങളായി ഉയർത്തിക്കൊണ്ടുവന്നിരുന്ന ആക്ഷേപങ്ങളൊക്കെ പരിഹരിക്കാൻ തീരുമാനമായി. ക്ഷേമനിധി ശക്തിപ്പെടുത്തുവാൻ ഗവൺമെൻറ്റിന് പണം മുടക്കുവാനില്ലാത്തതുകൊണ്ട് ഈ വരുന്ന ഏപ്രിൽ 1 മുതൽ വെള്ള നീല കാർഡുകളിൽ നിന്ന് 1 രൂപ വെച്ച് സെസ് പിരിക്കുവാനുള്ള തീരുമാനം എടുക്കുകയും അങ്ങനെ ഒരു വർഷം സെസ് പിരിച്ചാൽ അതിൽ നിന്ന് കിട്ടുന്ന തുക ഉപയോഗിച്ച് ഈ റേഷൻ വ്യാപാരികളുടെ നിലവിലുള്ള 2 കോടി രൂപയുടെ കുടിശ്ശിക പരിഹരിക്കുവാനും അത് തീർക്കുവാനും അതോടൊപ്പം തന്നെ റേഷൻ വ്യാപാരികൾക്ക് ഇന്ന് നൽകി വരുന്ന പെൻഷൻകാർക്ക് നൽകി വരുന്ന 1,500 രൂപ പെൻഷൻ എന്നുള്ളത് 2,000 ആക്കി ഉയർത്തുവാനുമുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇന്ന് ഈ പശ്ചാത്തലത്തിൽ ബഹുമാനപ്പെട്ട ഭക്ഷ്യമന്ത്രിയുടെ ഉറപ്പ് മാനിച്ചുകൊണ്ട് ഇന്നത്തെ യോഗത്തിൽ അദ്ദേഹം വെളിപ്പെടുത്തിയ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ സമരത്തിൽ നിന്ന് താൽക്കാലികമായി പിന്മാറുകയാണ്. നാളെ രാവിലെ മുതൽ കട തുറന്ന് പ്രവർത്തിക്കും. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന്റെ നോട്ടീസ് പ്രകാശനവും ക്ഷേത്രത്തിൽ ആരംഭിച്ച ഓഫീസിന്റെ ഉദ്ഘാടനവും നടന്നു. മുള്ളൂർക്കര ജ്ഞാനാനന്ദ കുടീരം ആശ്രമജന മഠാധിപതി സ്വാമി നിഖിലാനന്ദ സരസ്വതി ഉദ്ഘാടനം നിർവഹിച്ചു. ബ്രാഹ്മിൺസ് ഗ്രൂപ്പ് MD ശ്രീനാഥ് വിഷ്ണു ആദ്യ സംഭാവന നൽകി. അഡ്വക്കേറ്റ് BK ബീന ആദ്യ കാണിക്ക സമർപ്പിച്ചു. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ നോട്ടീസ് പ്രകാശനവും ക്ഷേത്രത്തിൽ ആരംഭിച്ച ഓഫീസിന്റെ ഉദ്ഘാടനവും ആദ്യ സംഭാവന സ്വീകരിക്കലും ആദ്യ കാണിക്ക സമർപ്പണവും നടന്നു. മുള്ളൂർക്കര ജ്ഞാനാനന്ദ കുടീരം ആശ്രമ മഠാധിപതി സ്വാമി നിഖിലാനന്ദ സരസ്വതി ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷേത്രം കമ്മിറ്റി ചെയർമാൻ KK പുഷ്പാങ്കദൻ സ്വാമി നിഖിലാനന്ദ സരസ്വതിക്ക് നോട്ടീസ് നൽകി. ബ്രാഹ്മിൺസ് ഗ്രൂപ്പ് MD ശ്രീനാഥ് വിഷ്ണു 50,000 രൂപ ആദ്യ സംഭാവനയായി നൽകി. അഡ്വക്കേറ്റ് VK ബീന ആദ്യ കാണിക്കയായി 50,000 രൂപ സമർപ്പിച്ചു. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് വിപുലമായ പരിപാടികളാണ് ഇപ്രാവശ്യം സംഘടിപ്പിച്ചിരിക്കുന്നത്. 10 ദിവസവും പ്രസാദകൂട്ടിന് വിപുലമായ ക്രമീകരണം ആരംഭിച്ചു. സ്വാമി നിഖിലാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിൽ ഭഗവത്ഗീത പഠന ക്ലാസ് കുട്ടികൾക്കും മുതിർന്നവർക്കും ആരംഭിച്ചു. ക്ഷേത്രം മാനേജർ B ഇന്ദിര, B വിജയകുമാർ, DR വേണു, CC കൃഷ്ണൻ, അഡ്വക്കേറ്റ് ശ്രീവിദ്യ രാജേഷ്, DR വിജയകുമാർ, പ്രദീപ് കുമാർ, R ഹരി, വിജയലക്ഷ്മി, C ജയകൃഷ്ണൻ, KR ശ്രീജേഷ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ഉത്സവത്തിന്റെ നടത്തിപ്പിനായി 250 പേരടങ്ങുന്ന സ്വാഗത സംഘവും രൂപീകരിച്ചിട്ടുണ്ട്. ഇടുക്കിയുടെ ചരിത്രം അടയാളപ്പെടുത്തുന്ന ഇടുക്കി പോരാട്ടങ്ങളുടെ ചരിത്രഭൂമിക എന്ന പുസ്തകം ജോൺ ബ്രിട്ടാസ് MP പ്രകാശനം ചെയ്തു. MM മണി MLA പുസ്തകം ഏറ്റുവാങ്ങി. തൊടുപുഴ ഫെസ്റ്റ് 2K25 അനുബന്ധിച്ചായിരുന്നു പുസ്തക പ്രകാശനം നടന്നത്.
ഇടുക്കിയുടെ ചരിത്രം എന്നാൽ കുടിയേറ്റത്തിന്റെ ചരിത്രം കൂടിയാണ്. മണ്ണിനോടും വന്യമൃഗങ്ങളോടും പോരാടി നേടിയതിന്റെ ചരിത്രമാണ്. അന്നു മുതൽ ഇടുക്കി അനുഭവിച്ച പോരാട്ടങ്ങളുടെ ചരിത്രമാണ് ഇടുക്കി പോരാട്ടങ്ങളുടെ ചരിത്രഭൂമിയിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. തൊടുപുഴ ഫെസ്റ്റിനോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ പുസ്തകത്തിന്റെ പ്രകാശനം ജോൺ ബ്രിട്ടാസ് MP നിർവഹിച്ചു. മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് ആസിയാൻ രാജ്യങ്ങളുമായിട്ട് സ്വതന്ത്ര വ്യാപാര കരാറിൽ വ്യാപൃതനാകുന്നു. അങ്ങനെ സാധാരണഗതിയിലുള്ള ഇറക്കുമതി ചുങ്കമില്ലാതെ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യാൻ അവസരമൊരുക്കുന്ന ഒരു കരാറ് പ്രാബല്യത്തിൽ വരുന്നു. AK ആന്റണി മുതൽ ഇപ്പോൾ ഈ മലയോര പ്രക്ഷോഭ യാത്ര ഉദ്ഘാടനം ചെയ്ത KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ആൾക്കാർ ആ മന്ത്രിസഭയിൽ അംഗങ്ങളായിരുന്നു. അന്ന് ഇടതുപക്ഷം പറഞ്ഞു നിങ്ങൾ ഈ ആസിയാൻ കരാറിൽ ഒപ്പുവെക്കുകയാണെങ്കിൽ റബ്ബർ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഒഴുകുകയും വൈകാതെ റബ്ബർ കർഷകരുടെ സ്ഥിതി പരിതാപകരമാകുമെന്ന് പറഞ്ഞു. ഞാൻ ഈ കഴിഞ്ഞ ദിവസം പാർലമെന്റിന്റെ ചില രേഖകൾ പരിശോധിക്കുമ്പോൾ അന്ന് നടന്ന ചർച്ചകളുടെ വിശദാംശങ്ങൾ എടുത്തു നോക്കി. 2011 236 രൂപയാണ് 1 കിലോ റബ്ബറിനുള്ള വില. 2011 1 കിലോ റബ്ബറിന് 236 രൂപയുണ്ടെങ്കിൽ ഇന്ന് ഈ വിലക്കയറ്റം നാണയപ്പെരുപ്പും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഈ കാർഷിക ഉൽപാദനത്തിന്റെ ചെലവ് കൂടി കണക്കിലെടുത്താൽ 1 കിലോ റബ്ബറിന് മിനിമം 1000 രൂപ കിട്ടണം. 1000 രൂപ കിട്ടിയാൽ മാത്രമേ 2011 236 ഒപ്പമെങ്കിലും എത്താൻ കഴിയുള്ളൂ. എത്താൻ പറ്റില്ല, എന്നാലും കുറച്ച് പുറകിലാണെങ്കിലും മാന്യമായിട്ടുള്ള ഒരു തുക കിട്ടാൻ കഴിയും. MM മണി MLA പുസ്തകം ഏറ്റുവാങ്ങി. മന്ത്രി റോഷി അഗസ്റ്റിൻ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ CPM ജില്ലാ സെക്രട്ടറിയും M ജിനദേവൻ സ്മാരക ഗവേഷണ കേന്ദ്രം ഡയറക്ടറുമായ CV വർഗീസ്, സാഹിത്യകാരനായ കാഞ്ചാർ രാജൻ, KP മേരി, VV മത്തായി, MJ മാത്യു, ജിമ്മി മറ്റത്തിപ്പാറ, M മുഹമ്മദ് ഫൈസൽ, R തിസകൻ എന്നിവർ സന്നിഹിതരായിരുന്നു. രണ്ടാമത് MP കപ്പ് സ്കൂൾ തല ഫുട്ബോൾ ടൂർണമെന്റിൽ കല്ലാനിക്കൽ സെന്റ് ജോർജസ് ഹയർ സെക്കൻഡറി സ്കൂൾ ജേതാക്കളായി. വിജയികൾക്ക് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ട്രോഫിയും ക്യാഷ് അവാർഡും സമ്മാനിച്ചു. മുൻ സന്തോഷ് ട്രോഫി താരം സെബാസ്റ്റ്യൻ മുഖ്യപ്രഭാഷണം നടത്തി. മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെ നടത്തിയ രണ്ടാമത് MP കപ്പ് സ്കൂൾ തല ഫുട്ബോൾ ടൂർണമെന്റിൽ കല്ലാനിക്കൽ സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ ജേതാക്കളായി. ഫൈനലിൽ മുതലക്കോടം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിനെതിരെ എതിരില്ലാത്ത 3 ഗോളിനാണ് കല്ലാനിക്കൽ വിജയ കിരീടം ചൂടിയത്. നെഹ്റു യുവകേന്ദ്ര ഇടുക്കിയുടെ ആഭിമുഖ്യത്തിൽ തൊടുപുഴ സോക്കർ സ്കൂളിന്റെ സഹകരണത്തോടെ ബംഗളൂർ സോക്കർ സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിലെ വിജയികൾക്ക് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ട്രോഫിയും ക്യാഷ് അവാർഡും സമ്മാനിച്ചു. ട്രോഫിയും 10,001 രൂപ ക്യാഷ് പ്രൈസും വിജയികൾ സ്വന്തമാക്കി. നമ്മുടെ ജില്ലയിലെ പാർലമെന്റ് മണ്ഡലത്തിലെ സ്കൂൾ തലത്തിലുള്ള ഫുട്ബോൾ ടീമുകളെ പങ്കെടുപ്പിച്ച് വിജയകരമായി ഒരു മത്സരം അത് പൂർത്തീകരിക്കുന്നത്. ഈ അവസരത്തിൽ ഈ ടൂർണമെൻറ്റിൽ ഉടനീളം പങ്കെടുക്കുകയും അത് വിജയിപ്പിക്കുകയും അതിൽ വിജയികളാവുകയും ഒക്കെ ചെയ്ത ആളുകളെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. തീർച്ചയായും ഫുട്ബോളിന് ഒരുപാട് സന്ദേശം പകർന്നു നൽകാനുണ്ട്. പ്രത്യേകിച്ചും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പഠന കാലഘട്ടത്തിൽ തന്നെ മികച്ച പൗരരായി മാറാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഘടകങ്ങളും ഈ കളിക്കളത്തിൽ നിന്നും പഠിച്ചെടുക്കാൻ കഴിയും എന്നുള്ളതാണ്. ജില്ലയിലെ 14 ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു. മുൻ സന്തോഷ് ട്രോഫി താരം സെബാസ്റ്റ്യൻ മുഖ്യപ്രഭാഷണം നടത്തി. മുഖ്യ സ്പോൺസറായ ജയ്കോ ജ്വല്ലറി മാനേജർ ഷൈജു S, സോക്കർ സ്കൂൾ ഡയറക്ടർ PS അലിംകുട്ടി, സ്പോർട്സ് ആയുർവേദ റിസർച്ച് സെല്ലിലെ ഡോക്ടർ അനുപ്രിയ, ഡോക്ടർ അൻഷാമോൾ, രാഹുൽ, അഭിജിത്ത്, VR അമൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. BJP ഇടുക്കി ജില്ലാ പ്രസിഡന്റായി VC വർഗീസ് ചുമതലയേറ്റു. സ്വീകരണ സമ്മേളനം BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രൊഫസർ VT രമ ഉദ്ഘാടനം ചെയ്തു. KS സജി അധ്യക്ഷത വഹിച്ചു. BJP ഇടുക്കി ജില്ലാ പ്രസിഡന്റായി ചുമതലയേറ്റ VC വർഗീസിന് സ്വീകരണവും അധികാര കൈമാറ്റ ചടങ്ങുമാണ് BJP ജില്ലാ കാര്യാലയത്തിൽ നടന്നത്. BJP സംസ്ഥാന സെക്രട്ടറിയും മുഖ്യ വരണാധികാരിയുമായ K രഞ്ജിത്ത് ജില്ലാ പ്രസിഡന്റ് പ്രഖ്യാപനം നടത്തി. തുടർന്ന് ചുമതലയേറ്റ VC വർഗീസിന് അധികാരം കൈമാറി.
KS അജി അധ്യക്ഷത വഹിച്ച സ്വീകരണ യോഗം BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രൊഫസർ VT രമ ഉദ്ഘാടനം ചെയ്തു. ഒരുമിച്ച് നിന്നിട്ടുള്ള ഒരു പ്രവർത്തനം അത്യന്താപേക്ഷിതമായ രീതിയിൽ ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനം നമുക്ക് അത്യാവശ്യമാണ്. ഇന്ന് കേരളം പ്രശ്നങ്ങളുടെ ഭൂമിയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു അഗ്നി പർവ്വതത്തിന്റെ മുകളിൽ ഇരിക്കുന്നത് പോലെയാണ് ഈ കേരളത്തില്, ഇന്ത്യയൊട്ടാകെ ഉണ്ടായെങ്കിലും കേരളത്തിൽ നമ്മൾ ഇരിക്കുന്നത്. പല തരത്തിലുള്ള പ്രശ്നങ്ങളാണ്. സാമൂഹ്യമായ പ്രശ്നങ്ങൾ ഒരു വശത്ത്, സാമ്പത്തികമായ പ്രശ്നങ്ങൾ മറ്റൊരു വശത്ത്, രാഷ്ട്രീയമായ പ്രശ്നങ്ങൾ മറ്റൊരു വശത്ത്. ഈ എല്ലാ പ്രശ്നങ്ങളുടെയും ആന്തോളനങ്ങൾക്കിടയിൽ BJP എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ പാർട്ടിക്ക് സ്വന്തം കാലിൽ നിന്ന് ആ പ്രവർത്തനത്തിലെ മികവ് കണ്ടെത്തേണ്ട സമയം. BJP ദേശീയ സമിതി അംഗം ശ്രീനഗരി രാജൻ മുഖ്യപ്രഭാഷണം നടത്തി. ആശംസകൾ അറിയിച്ച് N ഹരി, രതീഷ് വരകുമല, PA വേലുക്കുട്ടൻ, രത്നമ്മ ഗോപിനാഥ്, സുരേഷ് മീനത്തേരി, VN സുരേഷ്, ലീന രാജു എന്നിവർ സംസാരിച്ചു. നിരവധി BJP പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കേരള ആംഡ് പോലീസ് 98 ബാച്ചിന്റെ 27ാം വാർഷികവും കുടുംബസംഗമവും വണ്ണപ്പുറം മഞ്ഞക്കുന്നേൽ ക്ലൗഡ്സ് വില്ലേജിൽ സംഘടിപ്പിച്ചു. കാളിയാർ സബ് ഇൻസ്പെക്ടർ സാബു K പീറ്റർ സംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കാളിയാർ SHO ഹണി HL വിശിഷ്ട അതിഥിയായി പങ്കെടുത്തു. 1998 കേരള ആംഡ് പോലീസ് 5ാം ബറ്റാലിയനിൽ ട്രെയിനിംഗ് തുടങ്ങിയ 141 പേരടങ്ങിയ H കമ്പനി സേനാംഗങ്ങളുടെ 27ാം വാർഷികവും കുടുംബസംഗമവും വണ്ണപ്പുറം മഞ്ഞക്കുന്നേൽ ക്ലൗഡ്സ് വില്ലേജിൽ വെച്ച് നടത്തി. കാളിയാർ സബ് ഇൻസ്പെക്ടർ സാബു K പീറ്റർ സംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പോലീസിന്റെ മാറ്റങ്ങൾ കാണാൻ സാധിച്ചു എന്നുള്ളത് ഒരു സന്തോഷം തന്നെയാണ്. ഇനി വരുന്ന പോലീസുകാരൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും കമ്പ്യൂട്ടർ അറിയാമുള്ളാണ്ട് ഒരു ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ നമുക്കൊക്കെ നമ്മളത് പഠിക്കേണ്ട ഒരു അവസ്ഥ വന്നു. അത് നമ്മൾ പോലീസിലുള്ള ഒരു ഭാഗമായിട്ട് പറ്റിയതാണ്. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനില്ല. എല്ലാവരും കേസിൻ്റെ കാര്യങ്ങളെല്ലാം പ്രഗത്ഭരാണ്, എന്നെക്കാളും പ്രഗത്ഭരാണ്. പിന്നെ ഞാൻ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഈ പരിപാടി നമുക്ക് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. കാളിയാർ SHO ഹണി HL വിശിഷ്ടാതിഥിയായിരുന്നു. ഇടുക്കി, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം എന്നീ ജില്ലകളിൽ നിന്നുള്ള 80ഓളം പോലീസ് ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും നടത്തി. തൊണ്ണൂറ്റിയെട്ട് ബാച്ച് സേനാംഗങ്ങളായ VK വിജുമോൻ, PG രാജേഷ്, PA ബഷീർ, സജീവ് മാത്യു, PK അബ്ദുള്ള എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. LIC തൊടുപുഴ ബ്രാഞ്ചിൽ നിന്നും മികച്ച ബിസിനസ് ചെയ്തവർക്കും ബ്രാഞ്ച് ഉദ്ഘാടന മത്സരങ്ങളിൽ വിജയിച്ചവർക്കും മൊമന്റോയും ബാഡ്ജും മെഡലും സമ്മാനിച്ചു. LICയുടെ തൊടുപുഴയിലെ സ്വന്തം മന്ദിരത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷത്തോടനുബന്ധിച്ച് സീനിയർ ബ്രാഞ്ച് മാനേജർ H മഞ്ജു പതാക ഉയർത്തി. തുടർന്ന് ചേർന്ന യോഗത്തിലാണ് മൊമന്റോകളും ബാഡ്ജും മെഡലും വിതരണം ചെയ്തത്. സീനിയർ ബ്രാഞ്ച് മാനേജർ H മഞ്ജു, ചെറുതോണി SO ബ്രാഞ്ച് മാനേജർ NV അശ്വിൻ പ്രസാദ് എന്നിവർ സമ്മാന വിതരണം നിർവഹിച്ചു. LIC തൊടുപുഴ ബ്രാഞ്ച് ജനുവരി 27 തിങ്കളാഴ്ച മുതൽ കാഞ്ഞിരമറ്റം ബൈപ്പാസ് ജംഗ്ഷനിൽ വിദ്യാഭ്യാസ സമുച്ചയത്തിന് സമീപം സ്വന്തം മന്ദിരമായ ജീവൻ ജ്യോതിയിൽ പ്രവർത്തനം തുടങ്ങി. നേരത്തെ പുളിമുട്ടിൽ പ്ലാസയിലായിരുന്നു ഓഫീസ് പ്രവർത്തിച്ചിരുന്നത്.
വിലക്കുറവിന്റെ വസ്ത്രാലയമായ ഹിന്ദുസ്ഥാൻ ടെക്സ്റ്റൈൽസിൽ സീസൺ ഇൻ സെയിൽ ആരംഭിച്ചു. ഓണം, ക്രിസ്മസ് തുടങ്ങിയ സീസണുകൾ കഴിഞ്ഞതിനാൽ വമ്പിച്ച ഡിസ്കൗണ്ടിൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിലാണ് ആരംഭിച്ചത്. ഈ വമ്പിച്ച വിലക്കുറവ് പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ മുഴുവൻ ഉപയോക്താക്കളെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നതായി ഹിന്ദുസ്ഥാൻ ടെക്സ്റ്റൈൽസിന്റെ മാനേജ്മെന്റ് അറിയിച്ചു. ഹിന്ദുസ്ഥാൻ ടെക്സ്റ്റൈൽസിന്റെ സീസൺ എൻ സെയിൽസ് ആരംഭിച്ചു. ഓണം, ക്രിസ്തുമസ് തുടങ്ങിയ സീസണുകൾ കഴിഞ്ഞതിനാൽ വൻപിച്ച ഡിസ്കൗണ്ടിൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിലാണ് ആരംഭിച്ചത്. സാരികൾ 99 മുതലും സെമി സോഫ്റ്റ് സിൽക്ക് സാരികൾ 399, ബ്രോക്കേഡ് സാരികൾ 499, ചുരിദാർ മെറ്റീരിയൽ 399, ഫ്രോക്ക് നൈറ്റി 199, കോട്ടൺ ബെഡ്ഷീറ്റ് സിംഗിൾ 99, കോട്ടൺ ബെഡ്ഷീറ്റ് ഡബിൾ 199, ഫാമിലി കോട്ട് ജയ്പൂർ ബെഡ്ഷീറ്റ് 199, പില്ലോ കവർ 339, 4 തോർത്തുകൾ 100 രൂപ, റണ്ണിംഗ് മെറ്റീരിയലുകൾ 39 രൂപ, കുർത്തികൾ 149 രൂപ, ലേഡീസ് ടോപ്പുകൾ 249 രൂപ, റെഡിമെയ്ഡ് കട്ടൺ 99 രൂപ, കോട്ടൺ ഡബിൾ മുണ്ടുകൾ 249 രൂപ, കാവി മുണ്ടുകൾ 99 രൂപ, ലോങ് ഫിറ്റ് ഷർട്ട് 249 രൂപ, ഫോർമൽ ഷർട്ട് 299 രൂപ, ജീൻസുകൾ 399 രൂപ, കാർഗോ 499 രൂപ മുതലും ഇവിടെ ലഭ്യമാണ്. റണ്ണിങ് മെറ്റീരിയലിൻ്റെ ഡിസ്കൗണ്ട് സെയിലുള്ള ഐറ്റംസ് ആണ് ഇരിക്കുന്നത്. ഇത് 39 രൂപ മുതൽ ക്രേപ്പ് കോട്ടൺ 39 രൂപ, അതുപോലെ കോട്ടൺ പീസുകൾ 39 രൂപ, അതുപോലെ ഫുൾ വർക്കുള്ള ഐറ്റംസ് 49 രൂപ മുതൽ 99 രൂപ വരെയാണ് റണ്ണിങ് മെറ്റീരിയലിൻ്റെ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ വരുന്ന ഐറ്റംസ്. കുർത്തീസ് വരുന്നത് നമുക്ക് 149 രൂപ മുതലാണ് വരുന്നത്. ഇതെല്ലാം 149 രൂപയുടെ കുർത്തികളാണ്. അതുപോലെ ഇതാണെങ്കിൽ 199 രൂപയാണ് റേറ്റ് വരുന്നത്. അതുപോലെ കോട്ടൺ ഉണ്ട് 199 രൂപ മുതൽ സ്റ്റാർട്ടിങ്. അതുപോലെ ഇത് ഫാൻസി ഐറ്റം 249 രൂപ മുതലാണ് നമുക്ക് കുർത്തി ഡിസ്കൗണ്ട് സെയിൽ വരുന്നത്. ടോപ്പുകളൊക്കെ നമുക്ക് 249 രൂപയ്ക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഫാൻസി വർക്കുകളൊക്കെ 199 രൂപ. അതുപോലെ ഷർട്ട് മോഡൽ 249 രൂപ മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത്. റെഡിമെയ്ഡ് കർട്ടനുകളൊക്കെ 99 രൂപ മുതലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ ജയ്പൂർ കോട്ടൺ ബെഡ്ഷീറ്റുകൾ 99 രൂപ മുതൽ, പ്യുവർ കോട്ടൺ ആയിട്ടുള്ള ബെഡ്ഷീറ്റുകൾ 99 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു. അതുപോലെ ഫാമിലി കോട്ട് പ്യുവർ കോട്ടൺ ബെഡ്ഷീറ്റുകൾ 199 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു. അതുപോലെ തോർത്തുകളാണെങ്കിൽ 4 എണ്ണത്തിന് 100 രൂപയാണ്. 100 രൂപയ്ക്ക് 4 തോർത്തുകൾ. ഫ്രോക്ക് നൈറ്റുകളെല്ലാം വരുന്നത് നമുക്ക് 199 രൂപ മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത്. അപ്പോൾ ഇതിൽ അജ്രക് പ്രിൻ്റ്, കോട്ടൺ പ്രിൻ്റ് എല്ലാം 199 രൂപ മുതലാണ് ഫ്രോക്ക് നൈറ്റുകൾ സ്റ്റാർട്ടിങ്. ചുരിദാർ മെറ്റീരിയൽ നമുക്ക് 399 രൂപ മുതലാണ് സ്റ്റാർട്ടിങ്. ഇതെല്ലാം 399 രൂപ വരുന്നതാണ്. അതുപോലെ വിചിത്ര സിൽക്ക് വിത്ത് ലൈനിങ്ങോട് കൂടിയ ചുരിദാർ മെറ്റീരിയലുകൾ 499 രൂപ. 1500 രൂപ വരുന്ന അംബ്രല്ല ചുരിദാറുകൾ വെറും 499 രൂപയ്ക്കാണ് മാത്രമാണുള്ളത്. 499 രൂപ. സൈഡ് സ്ലിറ്റ് വരുന്നതാണ്. ഇതെല്ലാം 499 രൂപയാണുള്ളത്. ഷോള് ബോട്ടം സഹിതം. അതിൽ സാരികൾ നമുക്ക് വരുന്നത് 99 രൂപ മുതലാണ് വരുന്നത്. ഇതെല്ലാം 99 രൂപയുടെ സാരികളാണ്. എല്ലാം 99 രൂപ. അതുപോലെ സെമി സോഫ്റ്റ് സിൽക്കിൽ വിത്ത് മുന്താണിയിൽ ഫുൾ വർക്ക് വരുന്ന സാരികൾ 1000 രൂപ വില വരുന്ന സാരിയാണ്. ഇപ്പോൾ ഇതിൻ്റെ വില 399 രൂപ മാത്രമാണ്. ഫുൾ മുന്താണിയിൽ ബോഡിയിൽ വർക്ക് വരുന്ന സെമി സോഫ്റ്റ് സിൽക്ക് സാരി 399 രൂപ അല്ല. അതുപോലെ തന്നെ വർക്ക് വരുന്ന ഫുൾ ബ്രൊക്കേഡിൻ്റെ വർക്ക് വരുന്ന സാരികൾ ഫുൾ ബോഡി വർക്ക് വരുന്നത് 499 രൂപ. സോഫ്റ്റ് സിൽക്ക്, സെമി സോഫ്റ്റ് സിൽക്കിൽ ഫുൾ വർക്ക് വരുന്ന സാരികൾ 499 രൂപയാണ് സ്റ്റാർട്ടിങ്. അതിൽ ഇഷ്ടംപോലെ കളറുകൾ സെലക്ഷന് ഉണ്ട്. കൂടാതെ കിറ്റക്സ്, വി സ്റ്റാർ, ബ്ലോസം, ജോക്കി തുടങ്ങിയ അനവധി ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെ അതിവിപുല ശേഖരവുമാണ് ഒരുക്കിയിട്ടുള്ളത്. ഈ വമ്പിച്ച വിലക്കുറവ് പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ ഹാർദവുമായി തൊടുപുഴ ഗാന്ധി സ്ക്വയറിന് സമീപം പ്രവർത്തിക്കുന്ന ഹിന്ദുസ്ഥാൻ ടെക്സ്റ്റൈൽസിലേക്ക് മുഴുവൻ ഉപഭോക്താക്കളെയും സ്വാഗതം ചെയ്യുന്നതായി ഹിന്ദുസ്ഥാൻ ടെക്സ്റ്റൈൽസിന്റെ മാനേജ്മെന്റ് അറിയിച്ചു. ഹിന്ദുസ്ഥാൻ ടെക്സ്റ്റൈൽസിന്റെ സീസൺ എൻഡ് സെയിലാണ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. ഓണം, ക്രിസ്മസ് തുടങ്ങിയ സീസണുകൾ കഴിഞ്ഞതിനാൽ വമ്പിച്ച ഡിസ്കൗണ്ടിൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിലാണ് ആരംഭിച്ചിരിക്കുന്നത്. ഡിസ്കൗണ്ട് സെയിലിനോടൊപ്പം തന്നെ ബ്രാൻഡഡ് ആയിട്ടുള്ള ബ്ലോസം, വി സ്റ്റാർ, ജോക്കി, കിറ്റക്സ് തുടങ്ങിയ ബ്രാൻഡഡ് വസ്ത്രങ്ങളും വിലക്കുറവിൽ വിറ്റഴിക്കുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
ഇടുക്കി ജില്ലാതല റിപ്പബ്ലിക് ദിനാഘോഷം ഇടുക്കി IDA ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ചു. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. മുല്ലപ്പെരിയാർ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജനാധിപത്യ അവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി 18-ന് തിരുവനന്തപുരം രാജ്ഭവനിലേക്ക് ബഹുജന മാർച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാനത്ത് റേഷൻ വ്യാപാരികൾ ആരംഭിച്ച അനിശ്ചിതകാല സമരം പിൻവലിച്ചു. റേഷൻ വ്യാപാരി കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികളുമായി ഭക്ഷ്യമന്ത്രി GR അനിൽ നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം. ഇടുക്കിയുടെ ചരിത്രം അടയാളപ്പെടുത്തുന്ന ഇടുക്കി പോരാട്ടങ്ങളുടെ ചരിത്ര ഭൂമിക എന്ന പുസ്തകം ജോൺ ബ്രിട്ടാസ് MP പ്രകാശനം ചെയ്തു. MM മണി MLA പുസ്തകം ഏറ്റുവാങ്ങി. രണ്ടാമത് MP കപ്പ് സ്കൂൾ തല ഫുട്ബോൾ ടൂർണമെന്റിൽ കല്ലാനിക്കൽ സെന്റ് ജോർജസ് ഹയർ സെക്കൻഡറി സ്കൂൾ ജേതാക്കളായി. വിജയികൾക്ക് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ട്രോഫിയും ക്യാഷ് അവാർഡും വിതരണം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.